ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ പേര് ആനി യുജിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പച്ചക്കറി വേസ്റ്റ്, അടുക്കളയിൽ ഉണ്ടാകുന്ന പച്ചക്കറി വേസ്റ്റൊക്കെ നമ്മൾ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ് കളയല്ലേ സാധാരണ ചെയ്യുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് നല്ലൊരു ജൈവവളമാക്കി മാറ്റിയെടുക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പ് അടുക്കള വേസ്റ്റ്, അതായത് ചോറും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കൂടി ഉപയോഗിച്ചിട്ടുള്ള ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന രീതി കാണിച്ചായിരുന്നു. നമ്മളൊരു ബക്കറ്റാണ് അതിനായിട്ട് എടുത്തത്. ഇതിപ്പോൾ ബക്കറ്റല്ല എടുക്കുന്നത്, നമ്മുടെ വീട്ടിലൊക്കെയുള്ള ചെടിച്ചട്ടിയില്ലേ, ആ ചെടിച്ചട്ടി ഉപയോഗിച്ചിട്ടാണ് ഇതിപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ചെയ്തപ്പോൾ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു അതിൽ പുഴു വരുന്നു എന്ന്. പക്ഷേ അതിൻ്റെ ഒരു കാര്യം പറയാനാണെങ്കിൽ നമ്മൾ ഇത് പുഴുവായിട്ടാണ് ഇതൊരു കമ്പോസ്റ്റായിട്ട് ശരിക്കും മാറുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നത്തെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ പുഴുവൊന്നും കൂടുതലായിട്ട് വരാതിരിക്കാനായിട്ട് പച്ചക്കറിയുടെ വേസ്റ്റ് മാത്രമാണ് എടുക്കുന്നത്. ചോറിൻ്റെ അങ്ങനെയുള്ള ഫുഡ് വേസ്റ്റ് ഒന്നും ഈ ഒരു ഇതിൻ്റെ അകത്ത് ചെയ്യുന്നില്ല. കാരണം നമ്മളിപ്പോൾ കൂടുതൽ പേരും നമ്മൾ പച്ചക്കറികളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ പ്രത്യേകമായിട്ട് വീഡിയോ. പച്ചക്കറി വേസ്റ്റുകൾ മാത്രം നമ്മൾ കളക്ട് ചെയ്ത് സൂക്ഷിച്ചിട്ട് അത് നമുക്ക് ഈ ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും അതുകൂടി കാണുക. പിന്നെ നമ്മൾ ഇടയ്ക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുന്നതൊക്കെ പുഴുവിൻ്റെ ശല്യമൊക്കെ കുറയ്ക്കാനായിട്ട് വളരെ സഹായിക്കും. എന്ന് വെച്ചാൽ നമുക്ക് വിസിബിളായിട്ട് കാണാത്ത രീതിയിലാക്കാനായിട്ട് സഹായിക്കും. മണ്ണൊക്കെ ഇട്ട് കൊടുത്താൽ കൂടുതൽ അലമ്പാവാതിരിക്കും അല്ലേ. അപ്പോൾ ആ രീതിയിൽ ചെയ്താൽ മതി. അതുപോലെ തന്നെ ചാണകം കലക്കി ഒഴിക്കുന്നതും ഒക്കെ പെട്ടെന്ന് കമ്പോസ്റ്റായിട്ട് കിട്ടാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. നാരങ്ങ തൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ കമ്പോസ്റ്റ് ഉപയോഗിക്കാതിരിക്കുക. ബാക്കിയുള്ള എല്ലാത്തരം പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും ഒക്കെ വേസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാവുന്നതാണ്. ചെടിച്ചട്ടിയിൽ ഹോള് അടയുന്നതിനായിട്ട് നമ്മൾ 1-2 ഓടിൻ്റെ കഷ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മണ്ണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ തയ്യാറാക്കിയ ചകിരിച്ചോറ് ഉള്ളതുകൊണ്ട് അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കമ്പൽസറി അല്ല. പിന്നെ നമുക്ക് കുറച്ച് വേസ്റ്റ് പേപ്പറുകളൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി പഴകിയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് വാരിയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചക്കറികളുടെ അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെയൊക്കെ വേസ്റ്റ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ തണ്ണിമത്തൻ്റെയൊക്കെ തൊണ്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. അതുപോലെ ഏത്തപ്പഴത്തിൻ്റെ തൊലി, സവാളത്തൊലി, ഉരുളക്കിഴങ്ങിൻ്റെ തൊലി എന്നിവയൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തേയിലമട്ടയൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പച്ചിലകൾ ഇട്ട് കൊടുക്കാം. മുട്ടത്തോടൊക്കെ ഉണ്ടെങ്കിൽ അതിലും ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച ചാണകം കലക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ കുറച്ച് തൈര്, ഒരു 4 സ്പൂൺ തൈര് ചേർത്താലും മതി. അടുത്ത ദിവസം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കിച്ചൺ വേസ്റ്റ്, അതായത് ഫുഡ് വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പൊതുവേ ഫുഡ് വേസ്റ്റ് നമ്മൾ ആഡ് ചെയ്താൽ, നമ്മൾ ചോറിൻ്റെയൊക്കെ വേസ്റ്റുകളും അങ്ങനെയുള്ള കറിയുടെയൊക്കെ ചേർക്കുകയാണെങ്കിൽ പുഴു കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കണമെന്നുള്ളവർ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കുക തന്നെ ചെയ്യണം. ലാസ്റ്റ് നമുക്ക് മണ്ണിട്ടിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഇതിപ്പോൾ എത്ര ദിവസം കൊണ്ടാണ് ചട്ടി നിറയുന്നത് അതനുസരിച്ച് നമുക്ക് വേസ്റ്റ് ഓരോ ദിവസം ഇട്ട് കൊടുക്കാവുന്നതാണ്. ലാസ്റ്റ് നമുക്ക് മണ്ണ് ഇട്ട് നമുക്ക് മൂടി വയ്ക്കാം. മണ്ണ് ചേർക്കുമ്പോൾ കമ്പോസ്റ്റ് ഉണ്ടാക്കിയ വളക്കൂറുള്ള മണ്ണ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മണ്ണിലേക്ക് ഉള്ള മണ്ണ് നമുക്ക് ലഭ്യമാണെങ്കിൽ അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റായി കിട്ടാനായിട്ട് സഹായിക്കുന്നൊരു കാര്യമാണ്. ഇത് നമുക്ക് 1-2 ആഴ്ച കഴിഞ്ഞിട്ട് ചേർത്താലും മതി. ഈ രീതിയിൽ ഒരു 60 ദിവസം വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കമ്പോസ്റ്റായിട്ട് കിട്ടും. നമ്മളിങ്ങനെ കമ്പോസ്റ്റ് ആക്കാനായിട്ട് വയ്ക്കുമ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു കമ്പുകൊണ്ട്. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണെങ്കിൽ, നമ്മൾ ആഡ് ചെയ്ത വേസ്റ്റിൻ്റെ അനുസരിച്ചാണ് അത് കേട്ടോ. വെള്ളത്തിൻ്റെ അംശം കൂടുതലാണെങ്കിൽ നമ്മൾ കുറച്ച് മണ്ണ് ചേർത്ത് കൊടുക്കാം. വളരെ ഡ്രൈ ആയിട്ടാണ് തോന്നുന്നതെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചൊന്ന് കമ്പ് കൊണ്ടൊന്ന് ഇളക്കി വയ്ക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മൾ പെട്ടെന്ന് കമ്പോസ്റ്റായി കിട്ടാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഈ രീതിയിൽ നമ്മൾ ചെയ്തു വെക്കുകയാണെങ്കിൽ 2 മാസത്തിനുള്ളിൽ പച്ചക്കറിക്കുള്ള നല്ല വളമായിട്ട് തീരും. ഞങ്ങളിവിടെ പല ചട്ടികളിലും അതുപോലെ ബക്കറ്റിലും ഒക്കെ ഇതേ രീതിയിൽ ചെയ്യാറുണ്ട്. ഹോളില്ലാത്ത പാത്രങ്ങളിലൊക്കെ വയ്ക്കുമ്പോൾ സ്ലറി പുറത്തേക്ക് പോകാത്തത് കൊണ്ട് തന്നെ മണ്ണ് ഇടയ്ക്ക് ഇട്ട് കൊടുത്ത് ആ ഒരു നനവ് ക്രമീകരിക്കണം. പച്ചക്കറികളൊക്കെ ഡയറക്റ്റ് കൊണ്ട് നമ്മൾ ചെടികളുടെയൊക്കെ ചുവട്ടിലിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം എലിയും മൂഷിനും ഒക്കെ വന്ന് അതെല്ലാം കുത്തി നശിപ്പിച്ച് ആകെ നാശമാക്കും. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു പരിപാടി ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഇതിപ്പോൾ 1 മാസമായതാണ്. 2 മാസം ആയിക്കുമ്പോൾ ശരിക്കും ഇത് കമ്പോസ്റ്റായി കിട്ടും. ഇതിൻ്റെ അകത്തുള്ള കരിയിലകളൊക്കെ ഇതിൻ്റെ അകത്ത് കുറച്ചൊക്കെ കിടപ്പുണ്ട്. ഇത് നമുക്ക് ഓരോ ചിരട്ട എന്ന കണക്കിന് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാം. ഗ്രോ ബാഗ് നിറക്കുമ്പോഴും അതേപോലെ കുറച്ച് ചേർത്ത് കൊടുക്കാം. അല്ലാതെ ഫുൾ ഇത് മാത്രമായിട്ട് ചേർക്കണമെന്നില്ല. മാസത്തിൽ ഒരിക്കൽ നമുക്ക് ഇതേപോലെ നമുക്ക് വളം ചേർത്ത് കൊടുക്കുന്നത്, മണ്ണ് കൂട്ടി കൊടുക്കുന്നത് ഒക്കെ നല്ലതാണ്.
ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഹോളുള്ള പാത്രങ്ങൾ അല്ലെങ്കിൽ ബക്കറ്റൊക്കെയാണ് ഉള്ളതെങ്കിൽ ഓൾറെഡി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു നമ്മൾ അടപ്പ് കല്ല് കൂട്ടില്ലേ 3 കല്ലുകൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബക്കറ്റ് എടുത്ത് വയ്ക്കുക. അപ്പോൾ ഹോളിൽ കൂടി പുറത്തേക്ക് സ്ലറി വരും. അത് വളരെ നല്ലൊരു വളമാണ്. അത് കളക്ട് ചെയ്യാനായിട്ടൊരു പാത്രം താഴെ വെച്ച് കൊടുക്കാം നമുക്ക് ഇതേപോലെ ചെയ്യുമ്പോൾ. അപ്പോൾ 5 ഇരട്ടി വെള്ളം ആ സ്ലറിയിൽ ചേർത്ത് നേർപ്പിച്ച് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. മഴക്കാലത്ത് ഏറ്റവും നല്ല ഒരു വളമാണ്. കമ്പോസ്റ്റിൽ നമുക്ക് മുട്ടത്തോട് ചേർത്ത് കൊടുക്കാം. അതിൽ നിറയെ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് നമുക്കറിയാമല്ലോ. അതുപോലെ ചായമട്ട്, ശീമക്കൊന്നയില, അത് നൈട്രജൻ സമ്പുഷ്ടമാണ്. അപ്പോൾ ശീമക്കൊന്നയില ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എന്ത് കൂടുതലായിട്ട് നിൽക്കുന്ന ചെടികളുടെ ഇലകളും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ പ്രൂണിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കട്ട് ചെയ്തെടുക്കുന്ന ഇലകളൊക്കെ കമ്പോസ്റ്റിൽ നമുക്ക് ചേർക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് വേസ്റ്റിൽ നിന്ന് നല്ലൊരു വളം തയ്യാറാക്കി എടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വളരെ സിമ്പിൾ അല്ലേ? നമുക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരുടെയും വീട്ടിൽ ചെടിച്ചട്ടി കാണും. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് റിസൾട്ട് തീർച്ചയായിട്ടും പറയുക. ഒരു 2 മാസം കൊണ്ട് നമുക്ക് നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വളം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് ഒരുപാട് വളങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മുടെ ചിലവ് കുറയ്ക്കാനായിട്ട് അതൊരു തരത്തിൽ നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അവരും ഇതുപോലെയൊക്കെ ചെയ്യട്ടെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.